വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കാഞ്ഞിരപ്പള്ളി. മുൻ മന്ത്രിയായിരുന്ന കെ നാരായണക്കുറുപ്പും മുൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമൊക്കെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച വാഴൂർ നിയമസഭാ മണ്ഡലം ഇല്ലാതായി അതിന്റെ കുറെ ഭാഗങ്ങൾ ലയിച്ചതാണ് പുതിയ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. പഴയ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മുണ്ടക്കയം പോലുള്ള ഭാഗങ്ങൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും പോയിട്ടുണ്ട്. കേരള കോൺഗ്രസിന് വലിയ വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കാഞ്ഞിരപ്പള്ളി. മുൻ കേരള കോൺഗ്രസ് നേതാവ് PC ജോർജ് ഇപ്പോൾ BJPയിലാണ്. വർഷങ്ങളോളം PC ജോർജ് പൂഞ്ഞാർ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. കഴിഞ്ഞ തവണ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായങ്ങൾ ഒറ്റക്കെട്ടായി PC ജോർജിന് എതിരായി നിന്നിരുന്നതിനാൽ BJP പിന്തുണയോടെ പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. പൂഞ്ഞാറിൽ മത്സരിച്ചാൽ ഇക്കുറിയും മുസ്ലിം വിരോധം മൂലം അതുണ്ടാകുമെന്നാണ് PC ജോർജിനൊപ്പമുള്ളവർ തന്നെ കരുതുന്നത്. മുസ്ലിം സമുദായ അംഗങ്ങളെക്കാൾ കത്തോലിക്ക വിഭാഗവും നായർ സമുദായ അംഗങ്ങളും കൂടുതലുള്ള കാഞ്ഞിരപ്പള്ളിയിലേക്ക് മാറി മത്സരിക്കാനാണ് PC ജോർജിന്റെ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ PC ജോർജ് BJP സ്ഥാനാർത്ഥിയായി വന്നാൽ കത്തോലിക്ക സഭയുടെ പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്നാണ് BJP കരുതുന്നത്. അതോടൊപ്പം തന്നെ കാസ പോലുള്ള ഗ്രൂപ്പുകളും PC ജോർജിന് അനുകൂലമായി നിലപാടെടുത്തേക്കാം. ഇത് ജോർജിന് ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. PC ജോർജ് ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് അനുകൂലമായി നിലകൊള്ളുന്ന വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ സഭ PC ജോർജിന് വേണ്ടി രംഗത്ത് വരുമെന്നാണ് BJP കരുതുന്നത്. പിന്നെ പഴയ വാഴൂർ മേഖലയിലൊക്കെ BJPക്ക് നിർണായക സ്വാധീനവുമുണ്ട്. PC ജോർജ് മത്സരിച്ചാൽ ഇതൊന്നും പുറത്തു പോകില്ലെന്നും അവർ കരുതുന്നു. UDF കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് കോൺഗ്രസിനാണ് നൽകിയത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജോസഫ് വാഴക്കനായിരുന്നു ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. അതിനു മുൻപ് UDFൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റായിരുന്നു ഇത്. ഇപ്പോഴത്തെ നിയമസഭാ ചീഫ് വിപ്പായ ഡോക്ടർ N ജയരാജ് ആയിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. വലിയൊരു ഭൂരിപക്ഷത്തിൽ അന്ന് ജയരാജ് ഇവിടെ നിന്നും വിജയിക്കുകയായിരുന്നു. KM മാണി മരിച്ചതിനു ശേഷം ജോസ് കെ മാണിയും കൂട്ടരും ഇടതുപാളയത്തിൽ എത്തിയ ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ N ജയരാജ് LDF സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയായിരുന്നു. കോൺഗ്രസ് തങ്ങൾക്ക് ഇത് ഉറപ്പുള്ള സീറ്റെന്ന് കരുതിയെങ്കിലും അപ്പോഴും ജയം N ജയരാജിനൊപ്പമായിരുന്നു. വാഴയ്ക്കിന് വലിയ ഭൂരിപക്ഷത്തിൽ ജയരാജ് തോൽപ്പിക്കുന്നതാണ് കണ്ടത്. ആ സാഹചര്യത്തിൽ പൊതുവെ കേരള കോൺഗ്രസ് ചായ്വുള്ള മണ്ഡലത്തിൽ UDFൽ നിന്ന് ഒരു കേരള കോൺഗ്രസുകാരൻ മത്സരിക്കുന്നതാണ് നല്ലതെന്ന് അഭിപ്രായം ഉയരുന്നുണ്ട്. അങ്ങനെ വന്നാൽ മുൻ ആഭ്യന്തരമന്ത്രി PT ചാക്കോയുടെ മകനും മുൻ MP-യുമായ PC തോമസിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. PC തോമസ് MP ആയിരുന്ന മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതായിരുന്നു കാഞ്ഞിരപ്പള്ളിയും. അതുകൊണ്ട് PC തോമസിനും ഇവിടെ വലിയ ബന്ധങ്ങളുണ്ട്. അങ്ങനെ വന്നാൽ കാഞ്ഞിരപ്പള്ളി വലിയ പോരാട്ടത്തിനാകും സാക്ഷി വഹിക്കുക.